ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് എക്സസൈസ് 4.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² - 3x - 10 = 0. ഇത് ചെയ്ത് നോക്കാം. x² - 3x - 10 = 0. ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ax² + bx + c എന്ന ഫോമിലുണ്ട്. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ x + a × x + b = x² + ax + b + ab എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് രണ്ട് നമ്പറിൻ്റെ സം ആയിരിക്കും. ഇവിടെ -3x എന്ന് പറയുന്നത് രണ്ട് നമ്പറിൻ്റെ സം ആണ്. അതുപോലെ ആ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ കിട്ടുന്ന ഈ -10 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കിട്ടേണ്ട രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് = 10 ആണ്. എന്ന് പറയും -10 ആണ്. അതിനോടുകൂടി തന്നെ വിചാരിക്കാം. ഇനി സം എന്ന് പറയുന്നത് -3 ആണ്. ഇവിടെ രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 10ന്റെ കുറേ ഫാക്ടേഴ്സ് എഴുതി നോക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് മുമ്പേ ഇതിൻ്റെ സൈൻ എന്താണെന്നൊക്കെ ആദ്യം ചിന്തിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആകുമ്പോൾ അതിൽ നിന്ന് ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഈ രണ്ട് നമ്പറും ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. കാരണം ഒരേ സൈൻ വന്നാൽ പ്രൊഡക്റ്റിൻ്റെ സൈൻ പ്ലസ് ആവും. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് നമ്പറും ഡിഫറെൻ്റ് സൈൻ ആയിരിക്കും. ഇനി അതിൽ തന്നെ ഈ സമ്മിൻ്റെ സൈൻ ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനസ് ആണ്. അപ്പോൾ അതിൽ വലിയ നമ്പറിൻ്റെ സൈൻ ആയിരിക്കും നമ്മൾ സമ്മിന് കൊടുക്കുക. കാരണം നെഗറ്റീവും പോസിറ്റീവും ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിൻ്റെ സൈനാണ് ആൻസറിന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ 3 എന്ന് പറയുന്നതിൻ്റെ സൈൻ മൈനസ് ആണ്. അതായത് നമുക്കറിയാത്ത, ഇനി കണ്ടുപിടിക്കേണ്ട ആ രണ്ട് നമ്പറുകളിൽ ആ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് ആ വ്യത്യാസത്തിൽ ആ ഡിഫറൻസ് കണ്ടുപിടിച്ച ശേഷം അതിൽ അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിൻ്റെ സൈനാണ് ഈ. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ നമ്പറിന് മൈനസ് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് നമ്പറും ഡിഫറൻറ്റ് സൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഇനി അതിൽ അബ്സൊല്യൂട്ട് വാല്യൂ വലിയ നമ്പറിന് ഇവിടുത്തെ സൈൻ, അതായത് മൈനസ് കൊടുക്കണം. ഇനി നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ ചിന്തിക്കേണ്ടത്, പ്രൊഡക്റ്റ് 10 കിട്ടുന്ന രണ്ട് നമ്പറുകൾ എഴുതി നോക്കാം. ഒരു ഓർഡറിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി നോക്കുന്നത്. 1 × 10 = 10 ആണ്. ഇനി അപ്പോൾ 10ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ല. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കുക, 2 × 5 എടുത്തു. 2 × 5 = 10 ആണ്. 5ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ നമുക്ക് നമ്പറുകൾ കിട്ടി, 2ഉം 5ഉം ആണ്. ഇനി ചിന്തിക്കേണ്ട ഇവിടെ 2ഉം അതുപോലെ -5ഉം ആയിരിക്കും ഈ രണ്ട് നമ്പറുകൾ. 2ഉം -5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -10 കിട്ടും. അതുപോലെ 2ഉം -5ഉം തമ്മിൽ ആഡ് ചെയ്താലാണ് -3 കിട്ടുക. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നു. x² - 3x എന്നുള്ളതിനെ -5x + 2x എന്നായി. അപ്പോൾ -5xഉം 2xഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് -3 കിട്ടും. ബാക്കിയൊന്നും മാറ്റമില്ല. -10 = 0. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ടേമിലും ഇതിനെ ഈ 4 നമ്മൾ 3 ടേം ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 4 ടേമായിട്ട് കിട്ടി. ഇനി ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉള്ള 4 ടേമിനെ 2 ടേമുകളാക്കി തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് രണ്ട് ടേം x² 5xഉം ആണ്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമ്മൾ x മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, x അപ്പോൾ x² നിന്നും x പോയി, ബാക്കിയുള്ളത് ഒരു x മൈനസ്, ആ സൈൻ അങ്ങനെ തന്നെ ഇട്ടു, മൈനസ് ഈ 5xൽ നിന്നും x പോയാൽ ബാക്കി വരുന്നത് 5. x × x - 5 എന്നായി മാറി. ഇവിടുത്തെ സൈൻ ഒന്നും നോക്കാതെ പ്ലസ് തന്നെ ഇട്ടു, പ്ലസ്. ഇനി ഈ 2xലും 10ലും കോമൺ ആയിട്ടുള്ളത് 2 മാത്രമാണ്.
അപ്പോൾ 2നെ പുറത്തേക്ക് 2 ഇൻറ്റു 2x-ൽ 2 പോയി ബാക്കിയുള്ളത് എക്സ്. ഈ സൈൻ -2. ഇവിടെ മൈനസ് വരും മാത്രമേ നമുക്ക് പ്രത്യേകം ചിന്തിക്കേണ്ടുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ആ പ്രശ്നമില്ല. അത് അടുത്ത പ്രോബ്ലം വരുമ്പോൾ ആ സമയത്ത് വിശദീകരിക്കാം. അപ്പോൾ 2x-ൽ നിന്നും 2നെ പുറത്തേക്ക് എടുത്തു എക്സ് മൈനസ് 10-ൽ നിന്നും 2നെ പുറത്തേക്ക് എടുത്തു 5 ഈക്വൽ ടു 0. മാറ്റമൊന്നുമില്ല. ഇനി അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചിന്തിക്കേണ്ടത് ഇവിടെയും നമുക്ക് ഇനി 2 ടേം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 എന്നൊരു ടേം പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 എന്നൊരു ടേം. അപ്പോൾ ഇവിടെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എക്സ് മൈനസ് 5 എന്നുള്ള ടേം ഈ 2 ടേമിലും കോമൺ ആണ്. അപ്പോൾ എക്സ് മൈനസ് 5നെ നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ എക്സ് മൈനസ് 5 ഇൻറ്റു ഈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5-ൽ നിന്നും എക്സ് മൈനസ് 5നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി കിട്ടുന്നത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5-ൽ നിന്നും എക്സ് മൈനസ് 5നെ പുറത്തേക്ക് എടുത്താൽ കിട്ടുന്നത് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്നാണ്. അതായത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു, ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് മാറ്റി. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ 2 ഫസ്റ്റ് ഡിഗ്രി ആക്കി നമ്മൾ മാറ്റി എഴുതി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പോളിനോമിയിൽ ഇതേ മെത്തേഡ് പഠിച്ചിട്ടുള്ളതാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി മാറ്റി എഴുതുക. അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഫാക്ടറൈസേഷൻ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 5 ഓർ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0, അതായത് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി. എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 5 അപ്പുറത്ത് പോകുന്നു. 0 പ്ലസ് 5 എക്സ് ഈസ് ഈക്വൽ ടു 5. ഓർ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു -2. Roots of this equation are 5 and -2. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2x² പ്ലസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. 2x² പ്ലസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ x²ന്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 2 ഇൻറ്റു -6 ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഈക്വൽ ടു 2 ഇൻറ്റു -6 മൈനസ് 12 എന്നും സം ഈക്വൽ ടു എക്സ് ആണ്, അതായത് 1 എന്നും കിട്ടും. ഇനി നമ്മൾ നോക്കണ്ട, ഇവിടെയും കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ 2 നമ്പറും ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്കിവിടെ 1 ആയിട്ട് കിട്ടേണ്ടത്. അതുപോലെ അതിൽ വലിയ നമ്പറിൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇവിടെ സമ്മിൻ്റെ സൈൻ പോസിറ്റീവാണ്. ഇനി നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് 1 ഇൻറ്റു 12 ആണ്, പക്ഷേ ഡിഫറൻസ് 1 അല്ല. ഇനി 2 ഇൻറ്റു 6 12 ആണ്, പക്ഷേ ഇവിടുത്തെ ഡിഫറൻസും 1 അല്ല. ഇനി 3 ഇൻറ്റു 4 അത് 12 ആണ്. അപ്പോൾ 4ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 3 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 12 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടുത്തെ സമ്മിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വലിയ നമ്പറിന് പോസിറ്റീവ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് -3 ഇൻറ്റു 4 ആണ്. 4ന് പോസിറ്റീവ് ഈക്വൽ ടു നമുക്ക് -12 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 2x² പ്ലസ് 4x മൈനസ് 3x മൈനസ് 6 ഈക്വൽ ടു 0. എല്ലാം കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുക. ഇവിടെ കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, അതുപോലെ 2 ഉണ്ട്. അപ്പോൾ 2xനെ പുറത്തേക്ക് എടുത്തു. 2x ഇൻറ്റു 2x² നിന്നും 2x പുറത്തേക്ക് എടുത്താൽ ബാക്കി എക്സ് പ്ലസ് 4x-ൽ നിന്നും 2xനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി 2. ഇവിടെ മൈനസ് കിട്ടും. മൈനസ് ഓഫ് ഈ 6-ലും 3-ലും കോമൺ ആയിട്ടുള്ളത് 3നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ -3x ആണ്. -3x-ൽ നിന്നും -3നെ തന്നെയാണ്, മൈനസോട് കൂടിയാണ് നമ്മൾ ഇവിടെ മൈനസ് ഇട്ടേക്കുന്നത്. അപ്പോൾ മൈനസോട് കൂടിയാണ് പുറത്തേക്ക് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ -3 പോയാൽ ബാക്കിയുള്ളത് എക്സ്. ഇനി സാധാരണ പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, ഇനി ഇവിടുത്തെ സൈൻ എന്ത് വേണം? ഇവിടെ 6-ൽ നിന്നും 3 പോയാൽ 2 ആണെന്നറിയാം, പക്ഷേ ഏത് സൈൻ കൊടുക്കണം? അപ്പോൾ നമ്മളിവിടെ -6-ൽ നിന്നും -3 ആണ് ഇവിടെ പുറത്ത് കിടക്കുന്നത്, -3നെയാണ് പുറത്തേക്ക് എടുത്തേക്കുന്നത്.
അപ്പോൾ -6ൽ നിന്ന് -3 പോയാൽ അവിടെ +2 ആയിരിക്കും വരിക. ഇനി അവിടെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ തിരിച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. -3 × x -3x ആണ്. അതുപോലെ -3 × +2 വന്നാലാണ് -6 ആൻസർ കിട്ടുക. അപ്പോൾ കാരണം ഇവിടെ മൈനസിൽ നിന്നും നമ്മൾ ഇവിടെ പുറത്തേക്ക് എടുക്കുന്ന 3യുടെ സൈൻ മൈനസ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലെ സൈൻ മാറും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും അബദ്ധം പറ്റി ഞാൻ ഒരുപാട് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. =0. ഇനി ഇവിടെ ഈ 2 ടേം ആണുള്ളത്. അതിൽ x+2 രണ്ടിലും കോമൺ ആണ്. പഴയ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ x+2നെ പുറത്തേക്ക് എടുത്തു. ഇനി സിമ്പിളാണ്, അതുകൊണ്ട് വേഗം പറയുന്നത്. x+2നെ പുറത്തേക്ക് എടുത്തു. x+2 ഇൻറ്റു ഇവിടെ 2x ഇൻറ്റു x+2വിൽ നിന്നും x+2 പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ള 2x -3, കാരണം x+2 പോയാൽ ബാക്കിയുള്ളത് 2x -3 ആയിരിക്കും, =0. അപ്പോൾ ഇവിടെ x+2 ഇൻറ്റു 2x -3 =0 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ x+2 =0 or 2x -3 =0. x+2 =0 ആയാൽ x = -2 ഒരു ഇക്വേഷൻ കിട്ടി. അല്ല, ഒരു എക്സിൻ്റെ ഒരു വാല്യൂ കിട്ടി. ഓർ 2x -3 = 0. അതായത് 2x ഈ 3നെ അപ്പുറത്ത് കൊണ്ടുപോകാം. 2x = 3. അതായത് x = 3 / 2. x = -2 or x = 3/2 ഇതാണ് കിട്ടുന്ന ആൻസർ. റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ആർ -2 ആൻഡ് 3/2. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, √2x² + 7x + 5√2 = 0. √2x² + 7x + 5√2 = 0. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സൈനിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട. പിന്നെ നോക്കേണ്ടത് ഇവിടെ പ്രൊഡക്റ്റ് √2 × 5√2 ആണ്. അപ്പോൾ √2 × √2 2 ആണ്. അപ്പോൾ 5 × 2 പ്രൊഡക്റ്റ് നമുക്ക് 10 എന്ന് കിട്ടി. സം =7 ആണ്. ഇവിടെ പ്രൊഡക്റ്റ് 10ഉം സം 7ഉം ആയിട്ടുള്ള 2 നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ √2 എന്ന് കണ്ടുകൊണ്ട് അതൊരു വലിയ കണക്കാന്ന് അർത്ഥമൊന്നുമില്ല. പ്രൊഡക്റ്റ് തന്നെ ഇവിടെ √2 പോയി. √2 × √2 2 ആണ്. അപ്പോൾ ഇവിടെ സമ്മ് കണ്ടുപിടിക്കും. സമ്മും പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ 2 നമ്പേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം 1 × 10, അത് 10 ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ സം എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിക്കും ആഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടുത്തെ സൈൻ അല്ല, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. പ്രൊഡക്റ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആകുമ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും ശരിക്കും നമുക്ക് സമ്മായിട്ട് കിട്ടുക. പ്രൊഡക്റ്റിൻ്റെ സൈൻ ഡിഫറൻ്റ് ആണെങ്കിലാണ് കഴിഞ്ഞ മുമ്പിലത്തെ 2 കണക്ക് ചെയ്ത പോലെ പ്രൊഡക്റ്റിൻ്റെ സൈൻ മൈനസ് ആണെങ്കിൽ അവിടുത്തെ സം എന്ന് പറയുന്നത് 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അത് വ്യത്യസ്ത സൈൻ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സെയിം സൈൻ ആണ്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1ഉം 10ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 7 കിട്ടൂല. ഇനി നോക്കേണ്ടത് 10 കിട്ടാനുള്ള അടുത്ത നമ്പർ 2 × 5 10 ആണ്, =10. 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. √2x² + 5x + 2x + 5√2 = 0. ഓർഡർ മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 5x ആദ്യം വരണം നിർബന്ധമില്ല. 2x ആദ്യം വന്നാലേക്ക് ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം, കാരണം √2നെ അടക്കം പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഈ നമ്പറിനെ നേരെ എഴുതി. ഇവിടെ ആദ്യത്തെ കേസിൽ ചിലപ്പോൾ √2 അടക്കം പുറത്തേക്ക് എടുക്കാൻ പറ്റിയാലും അടുത്ത കേസിൽ അതോടെ ബാക്കി വരും. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ 5x തന്നെ എഴുതി. അങ്ങനെ പ്രത്യേകിച്ച് അതിന് വേണ്ടി ചിന്തിക്കൊന്നും വേണ്ട. ആ 2 നമ്പർ എഴുതുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഇനിയിപ്പം ഇവിടെ ഈ 2 ടേമിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ x മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിനെ പുറത്തേക്ക് എടുക്കും. x × ഇവിടെ √2x പ്ലസ് ഇതിൽ നിന്നും x പോയാൽ 5, √2x + 5 പ്ലസ് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുക്കാൻ 2 ഉണ്ട്, ഇവിടെ 5√2 ഉണ്ട്. അപ്പോൾ ഇവിടെയും √2 മാത്രമേ പുറത്തേക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ √2നെ പുറത്തേക്ക് എടുത്തു. √2 × 2xൽ നിന്നും √2 പോയാൽ ബാക്കി √2x പ്ലസ് 5√2ൽ നിന്നും √2 പോയാൽ ബാക്കി 5 =0. ഇനി √2x + 5 ഇവിടെയുണ്ട്. ഇവിടെയും √2x + 5 ഇവിടെയുണ്ട്.
ഇത് ഓർഡർ തിരിച്ചായിരുന്നെങ്കിലും ഇതിൽ ചെറിയ മാറ്റം വരുമെന്നേ ഉള്ളൂ. നമുക്ക് ഫാക്ടേഴ്സ് ഒക്കെ ഒരേപോലെ തന്നെ കിട്ടുള്ളൂ. അപ്പം ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുന്നു. അതായത് √2x + 5 ഇവിടെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഈ ടൈമിൽ ബാക്കിയുള്ളത് എക്സ് മാത്രം. എക്സ് പ്ലസ് ഇവിടുന്ന് √2x പുറത്തേക്ക് എടുത്താൽ ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് √2 ആണ്, ഈക്വൽ ടു 0. √2x + 5 ഇൻറ്റു x + √2 ഈക്വൽ ടു 0. അപ്പോൾ √2x + 5 ഈക്വൽ ടു 0 ഓർ x + √2 ഈക്വൽ ടു 0. അപ്പോൾ √2x + 5 ഈക്വൽ ടു 0 ആണെങ്കിൽ √2x ഈക്വൽ ടു -5 എന്ന് കിട്ടും. അപ്പോൾ x ഈസ് ഈക്വൽ ടു -5 ഡിവൈഡ് ബൈ √2. ഓർ ഇവിടെ x + √2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x ഈസ് ഈക്വൽ ടു -5 ഡിവൈഡ് ബൈ √2 or x is equal to -√2. Roots of this equation are -5 by √2 and -√2.